ഹായ് എവ്രി വൺ, വെൽക്കം ടു കെംഫോർട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പോയിന്റ് ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് അത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കോണ്ടന്റിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് കാണുന്ന സമയത്ത് സ്പെഷ്യൽ പോയിന്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അത് വരുന്നത് ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ, അതുപോലെ ഐക്കോസാഹെഡ്രൽ. ഇത് മൂന്നുമാണ് സ്പെഷ്യൽ പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ വരുന്നത് ലീനിയർ മൊളിക്യൂൾസിന്റെ കേസിൽ ഉള്ള രണ്ട് പോയിന്റ് ഗ്രൂപ്പുകളാണ് C∞V, അതേപോലെ D∞H. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ D∞Hൽ I പ്രസന്റ് ആയിരിക്കും, ഇൻവേർഷൻ സെന്റർ പ്രസന്റ് ആയിരിക്കും. ആൻഡ് C∞Vയിൽ നോ I പ്രസന്റ് ആയിരിക്കില്ല, I ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഡിഫറെന്റ് പോയിന്റ് ഗ്രൂപ്പുകളിൽ ഏതൊക്കെ സിമെട്രി എലമെന്റ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ C1 ആണെങ്കിൽ ആകെ ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ ഉള്ളൂ. ദെൻ CS ആണെങ്കിൽ സിഗ്മയും ഇയും ഉണ്ടാവും. CI ആണെങ്കിൽ EI, CNH ആണെങ്കിൽ CN ആക്സിസും അതേപോലെ സിഗ്മ എച്ചും ഉണ്ടാവും. ദെൻ DNH ആണെങ്കിൽ CN, NC2, N സിഗ്മ V, സിഗ്മ H. ഇത്രയും എലമെന്റ്സ് ആണ് വരുന്നത്. CNVയിൽ CN അതേപോലെ N സിഗ്മ V, DNDയിൽ CN, NC2, ദെൻ N സിഗ്മ D, ദെൻ CN ആണെങ്കിൽ CN മാത്രം ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ DN ആണെങ്കിൽ CNഉം അതേപോലെ NC2 ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി പോയിന്റ് ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു മൊളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ആ മൊളിക്യൂൾ ലീനിയർ ആണോ അല്ലെങ്കിൽ സ്പെഷ്യൽ പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നതാണോ, ഇത് രണ്ടും ഒന്ന് നോക്കുക. ഒക്ടാഹെഡ്രൽ മൊളിക്യൂൾ ആണെങ്കിൽ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ തന്നെയായിരിക്കും. ടെട്രാഹെഡ്രൽ മൊളിക്യൂൾ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും. ഐക്കോസാഹെഡ്രൻ സ്ട്രക്ചറുള്ള മൊളിക്യൂൾ ആണെങ്കിൽ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് ഐക്കോസാഹെഡ്രൻ ആയിരിക്കും. പിന്നെ വരുന്നത് ലീനിയർ മൊളിക്യൂൾസിന്റെ കേസിൽ C∞Vയും D∞H ആണ്. സോ ഈ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നോ ആണ് ആൻസർ എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, C എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, നമുക്കറിയാം. പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ചിലപ്പം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ല എന്നാണെങ്കിൽ പിന്നെ നോക്കേണ്ടത് ഇൻവേർഷൻ സെന്റർ ഉണ്ടോ എന്നുള്ളതാണ്. I ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പം I ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് CI പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി I ഇല്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് സിഗ്മ. സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി, എനി പ്ലെയിൻ ഓഫ് സിമെട്രി, അതായത് മൊളിക്യൂളിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് നോ ആണ് ആൻസർ എങ്കിൽ C1 ആണ് നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ്. അപ്പൊ C1 പോയിന്റ് ഗ്രൂപ്പിൽ വേറെ ഒരു സിമെട്രി എലമെന്റ്സും ഉണ്ടാവില്ല, ആകെ ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് S ആണെങ്കിൽ CS ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് CS എന്നുള്ളതിന്റെ S എന്ന് പറയുന്നത് സിഗ്മയാണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർക്കാം. ദെൻ I ആണെങ്കിൽ നമ്മുടെ ഇൻവേർഷൻ സെന്റർ മാത്രമുള്ള ഒരു പോയിന്റ് ഗ്രൂപ്പാണ്. ഇനി നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട് ആണെങ്കിൽ നമ്മൾ ആദ്യം പ്രിൻസിപ്പൽ ആക്സിസ് ഐഡന്റിഫൈ ചെയ്ത ശേഷം പിന്നെ നോക്കേണ്ട കാര്യം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. C2 ആക്സിസ് ഈ ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ടത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു C2 ആക്സിസ് എങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എസ്സിലാക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ എസ് വരും. ദെൻ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ഇല്ലെങ്കിൽ നോ ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എസ് വെച്ച് ചെയ്ത് നോക്കാം. എസ് ആണ് വരുന്നതെങ്കിൽ പിന്നെ നോക്കേണ്ടത് സിഗ്മ എച്ച് ഉണ്ടോ എന്നുള്ളതാണ്. സിഗ്മ എച്ച് എന്ന് പറയുന്നത് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പ്ലെയിനെയാണ് നമ്മൾ സിഗ്മ എച്ച് എന്ന് പറയുന്നത്. അപ്പൊ സിഗ്മ എച്ച് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് DNH ആയിരിക്കും. ഇനി സിഗ്മ എച്ച് ഇല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സിഗ്മ D പ്ലെയിൻസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ സിഗ്മ D എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സിഗ്മ V പ്ലെയിൻ. ഓക്കെ, സിഗ്മ D എന്ന് പറയുന്നത് സിഗ്മ V ആണ്, സിഗ്മ V പ്ലെയിൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് സിഗ്മ H. ഓക്കെ, അതായത് സിഗ്മ H നമുക്ക് പ്രസന്റ് അല്ലെങ്കിൽ സിഗ്മ H നോ ആണെങ്കിൽ നമ്മൾ സിഗ്മ V പ്ലെയിന് സിഗ്മ D പ്ലെയിൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അതാണ് അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ സിഗ്മ D ഉണ്ടോ നോക്കുക. സിഗ്മ D ഉണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് DND ആയിരിക്കും. സിഗ്മ D ഇല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് DN ആയിരിക്കും. ഓക്കെ,
ഇനി സിഗ്മ വി എന്താണ്? സിഗ്മ വി എന്ന് പറയുന്നത് പ്ലെയിൻ കണ്ടെയ്നിങ് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് അടങ്ങിയിരിക്കുന്ന പ്ലെയിൻ ആണ് നമ്മുടെ സിഗ്മ വി പ്ലെയിൻ എന്ന് പറയുന്നത്. പ്ലെയിൻ കണ്ടെയ്നിങ് സി എൻ, ദാറ്റ് ഇസ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് C2 ഇല്ല എന്നാണെങ്കിൽ അപ്പോഴും നിങ്ങൾ സിഗ്മ എച്ച് ഉണ്ടോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും സിഗ്മ എച്ച് ഉണ്ടോ എന്ന് നോക്കുക. സിഗ്മ എച്ച് ഉണ്ടെങ്കിൽ CNH ആയിരിക്കും. സിഗ്മ എച്ച് ഇല്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് സിഗ്മ വി ഉണ്ടോ എന്നാണ്. സിഗ്മ വി ഉണ്ടെങ്കിൽ CNV ആണ് പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. സിഗ്മ വി ഇല്ലെങ്കിൽ CN ആണ് പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് രണ്ട് കേസാണ് വരുന്നത്. ഒന്നിക്കൽ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് C2 ഉണ്ടാവാം, അല്ലെങ്കിൽ C2 ഇല്ലാതിരിക്കാം. പെർപെൻഡിക്കുലർ C2 ആണ് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് ഗ്രൂപ്പുകളെല്ലാം തന്നെ D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് C2 വരുന്നുണ്ടെങ്കിൽ D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പുകളാണ് കിട്ടുന്നത്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് C2 വരുന്നില്ല, നോ ആണ് ആൻസർ എങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് Cയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പുകളായിരിക്കും. അപ്പൊ ആദ്യം ഇത് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു 3-4 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വൽ മൊളിക്യൂൾസ് എടുത്തിട്ട് അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് കാണാനാണ് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് എടുക്കാം. ഇവിടെ എന്താണ്? ലീനിയർ ആണ്. ലീനിയർ ആണെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്, C∞ വിയും അതേപോലെ D∞H ഉം. ഓക്കെ, D∞H ആണെങ്കിൽ I പ്രസന്റ് ആയിരിക്കും, നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു മോളിക്യൂളിന്റെ അകത്ത് I പ്രസന്റ് ആണ്, ഇൻവേർഷൻ സെന്റർ പ്രസന്റ് ആണ്. ഓക്കെ, ഐദർ ഓഫ് ദി സൈഡിൽ നമുക്ക് സെയിം ആണ് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സിൽ, ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൽ നമുക്ക് സെയിം ബോൺസും ആറ്റംസും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ I പ്രസന്റ് ആണ്. സോ ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D∞H ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ OCS ആണ്. OCSന്റെ അകത്ത് നമുക്ക് I ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ C∞V ആണ് പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് കാണേണ്ടത് വാട്ടറിന്റെ കേസിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എന്തായാലും ലീനിയർ മോളിക്യൂൾ എല്ലാം നമുക്കറിയാം. അപ്പോൾ നോക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് CN എന്ന് പറയുമ്പോൾ നമുക്കറിയാം 360/n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ n വാല്യൂ എത്രമാത്രം കൂടുന്നോ അത്രയും കൂടുതൽ ഓർഡർ ഉള്ള ആക്സിസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഹയസ്റ്റ് ഓർഡർ ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഒന്നിലധികം ആക്സിസുകൾക്ക് സെയിം ഓർഡർ ആണ് വരുന്നതെങ്കിൽ, ഇവിടുത്തെ n ആണ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്, ഒന്നിലധികം ആക്സിസുകൾക്ക് സെയിം ഓർഡർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ആക്സിസ് പാസിംഗ് ത്രൂ മോർ നമ്പർ ഓഫ് ആറ്റംസ്, കൂടുതൽ ആറ്റംസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ആകെ പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആക്സിസ് ആണ്. അതാണ് നമ്മുടെ C2 ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. C2 ആക്സിസ് പ്രസന്റ് ആണ്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു C2 ഉണ്ടോ? അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു C2 ഉണ്ടോ എന്നാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തില്ല, പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു C2 ആക്സിസും പ്രസന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗ്രൂപ്പിലായിരിക്കും പോകുന്നത്? C വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പിലായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് പ്ലെയിൻ ആണ്. പ്ലെയിന് σH, അതായത് നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിന് പ്രസന്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആക്സിസ് കടന്നു പോകുന്ന പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്ലെയിനിൽ കൂടെ നമ്മുടെ ഈ ആക്സിസ് കടന്നു പോകുന്നുണ്ട്. അതായത് നമ്മുടെ മോളിക്കുലാർ പ്ലെയിൻ, മോളിക്യൂളിന്റെ പ്ലെയിനിൽ കൂടെ ആക്സിസ് നമുക്ക് കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓക്സിജനെ കട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിനിൽ കൂടിയും നമ്മുടെ C2 ആക്സിസ് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതിലൊരു σH ആബ്സെന്റ് ആണ്. σH ഇസ് നോട്ട് പ്രസന്റ്. ഓക്കെ, σH ഇല്ല. പിന്നെ എന്താ നോക്കേണ്ടത്? σH ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് σV ഉണ്ടോ എന്നുള്ളതാണ്. σV, അപ്പൊ σV ഉണ്ടല്ലോ. നമുക്ക് രണ്ട് σV പ്ലെയിൻസ് ഉണ്ട് അല്ലെ. പ്രിൻസിപ്പൽ ആക്സിസ് അടങ്ങിയിരിക്കുന്ന രണ്ട് പ്ലെയിൻസ് ഉണ്ട്. ഒന്ന് ഈ ഒരു പ്ലെയിൻ, ഇത് σV ആണ്. ഇനി ഈ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതും σV തന്നെയാണ്. അതുകൊണ്ട് തന്നെ σV പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ C2 പ്രസന്റ് അല്ല, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 പ്രസന്റ് അല്ല, CN പ്രസന്റ് ആണ്. അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്, നമ്മളത് ചൂസ് ചെയ്തു. ദെൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 പ്രസന്റ് അല്ല,
പിന്നെ നമ്മൾ സിഗ്മ എച്ച് ഉണ്ടോ നോക്കി, അതും പ്രസന്റ് അല്ല. ഇനി സിഗ്മ വി അത് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് C2V ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത മോളിക്യൂൾ എന്ന് പറയുന്നത് അമോണിയ ആണ്. അമോണിയന്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നമുക്ക് ഇതൊരു പിരമിഡൽ സ്ട്രക്ചർ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഒരു ആക്സിസ് ആയിരിക്കും, അതായത് മോളിക്യൂളിന്റെ അകത്തു കൂടെ കടന്നു പോകുന്ന ഒരു C3 ആക്സിസ്. അപ്പൊ ഈ C3 ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐഡന്റിക്കൽ കോൺഫിഗറേഷൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ C3 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ C3ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് C2 ഉണ്ടോ എന്നാണ് അടുത്തത് നോക്കേണ്ടത്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന C2 ആക്സിസ്. അപ്പം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്തില്ല, പെർപെൻഡിക്കുലർ C2 ആക്സിസ് പ്രസന്റ് അല്ല. ഇനി അടുത്ത എന്താ നോക്കുക, നമ്മൾ സിഗ്മ എച്ച് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സിഗ്മ എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ C3 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പ്ലെയിന്. ഓക്കെ, അപ്പൊ C3 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിന് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സിഗ്മ എച്ചും ഇല്ല. ഓക്കെ, അടുത്ത വരുന്നത് സിഗ്മ വി പ്ലെയിൻ ആണ്. സിഗ്മ വി പ്ലെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോകുന്ന പ്ലെയിനെയാണ് നമ്മൾ സിഗ്മ വി പ്ലെയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്യുക, അതായത് നൈട്രജനും ഈ ഒരു ഹൈഡ്രജനും ഒക്കെ കൂടി കടന്നു പോകുന്ന ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ആക്ച്വലി നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിനെ കട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് അടങ്ങിയിരിക്കുന്ന പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ സിഗ്മ വി പ്രസന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു മോളിക്യൂളും നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇതില് C3V ആയിരിക്കും ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. ഇനി ഈ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും C2 ആക്സിസ് പ്രസന്റ് ആണ്. അതാണ് ഹയസ്റ്റ് ഓർഡർ ആക്സിസ് വരുന്നത്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു C2 ആയിരിക്കും. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു C2 ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ എന്തില്ല, അങ്ങനെ ഒരു C2 പ്രസന്റ് അല്ല. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് C2 നമുക്ക് കിട്ടി. പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു C2 ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് ഏതിൽ വരും, C വരുന്ന പോയിന്റ് ഗ്രൂപ്പിലായിരിക്കും നമുക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്മ എച്ച് പ്രസന്റ് ആണോ എന്നുള്ളതാണ്. സിഗ്മ എച്ച് എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന വേറൊരു പ്ലെയിൻ. സോ സിഗ്മ എച്ച് ആബ്സെന്റ് ആണ്. സോ സിഗ്മ എച്ച് ഇല്ല. പിന്നെ വരുന്നത് സിഗ്മ വി പ്രസന്റ് ആണോ, അപ്പം ഇവിടെ നമുക്ക് എന്തുണ്ട്, സിഗ്മ വി പ്രസന്റ് ആണ്. സിഗ്മ വി എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു പ്ലെയിൻ ആണ്. സോ നമുക്ക് സിഗ്മ വി പ്രസന്റ് ആണ്. സോ ഈ ഒരു പ്ലെയിൻ ആണ് നമ്മുടെ സിഗ്മ വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിഗ്മ വി പ്രസന്റ് ആണ്. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും, പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് C2V ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈ ഒരു മൊളിക്യൂൾ ആണ്. ഇതിൽ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ആദ്യം കാണണം. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആക്സിസ് ആണ്, ഇങ്ങനെ ഒരു ആക്സിസ്. അതായത് നമ്മുടെ ഈ ഒരു സ്ക്രീനിന്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ആക്സിസ് നമ്മുടെ C2 ആക്സിസ് ആണ്. സോ ഈ ഒരു ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ഇങ്ങോട്ടേക്ക് വരും, ഈ ഒരു എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ 180 ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ C2 നമുക്ക് പ്രസന്റ് ആണ്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു C2 പ്രസന്റ് ആണോ എന്നാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു C2 ഇതിൽ പ്രസന്റ് അല്ല. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് നമുക്ക് കിട്ടി. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 അത് പ്രസന്റ് അല്ല, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് സിയിൽ വരും. ഇനി നമുക്ക് നോക്കേണ്ടത് സിഗ്മ എച്ച് പ്രസന്റ് ആണോ എന്നുള്ളതാണ്. സിഗ്മ എച്ച് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. സോ അത് ഇവിടെ പ്രസന്റ് ആണ്. ഈ ഒരു മോളിക്യൂളിന്റെ ഈ ഒരു പ്ലെയിൻ, മോളിക്യൂളിന്റെ എല്ലാ ബോൺസും എല്ലാ ആറ്റംസും അടങ്ങിയിരിക്കുന്ന ഇങ്ങനെ ഒരു പ്ലെയിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു C2 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. സോ സിഗ്മ എച്ച് പ്രസന്റ് ആണ്. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും, C2H ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത മൊളിക്യൂൾ ഇതാണ്. ഈ ഒരു മൊളിക്യൂളിന്റെ അകത്ത് നമുക്ക് C3 ആക്സിസ് എന്തായാലും പ്രസന്റ് അല്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ആക്സിസ്, ഈ ഒരു CH ബോണ്ട് കൂടെ കടന്നു പോകുന്ന ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊളിക്യൂൾ ഇങ്ങനെ നമ്മൾ C3 ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ C3 ആക്സിസ് എന്തായാലും പ്രസന്റ് അല്ല. ഇനി നമുക്ക് നോക്കേണ്ടത് C2 ആക്സിസ് പ്രസന്റ് ആണോ എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ C2 പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ C2 നമുക്ക് കിട്ടി. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ C2 പ്രസന്റ് അല്ല. ഇനി നോക്കേണ്ടത് നമുക്ക് സിഗ്മ എച്ച് ആണ്. സിഗ്മ എച്ചിന്റെ കേസിലും നമുക്ക് എന്തില്ല, ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തായാലും പ്ലെയിന് പോസിബിൾ അല്ല. സോ സിഗ്മ എച്ചും ഇല്ല. പിന്നെ വരുന്നത് സിഗ്മ വി ആണ്. സോ നമുക്ക് സിഗ്മ വി പ്രസന്റ് ആണ്. സിഗ്മ വി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇങ്ങനെ ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ സിഗ്മ വി പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ക്ലോറിൻ ആറ്റംസിനെയും തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്തോളും. പിന്നെ ഈ ഒരു ബോൺസ് ഈ ഒരു രണ്ട് CH ബോൺസിനെയും ബൈസെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്ലെയിന് പോസിബിൾ ആണ് പാസിംഗ് ത്രൂ കാർബൺ ആൻഡ് 2 ഹൈഡ്രജൻ ആറ്റം. സോ നമുക്ക് സിഗ്മ വി പ്രസന്റ് ആണ്. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും? C2V ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ നമുക്ക് രണ്ട് ആറ്റംസ് സെയിം ആണ്, ബട്ട് ഈ രണ്ട് ആറ്റംസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ ആക്സിസ് പോസിബിൾ അല്ല. നമുക്ക് C3 ആക്സിസ് എന്തായാലും പോസിബിൾ അല്ല, C2 ആക്സിസും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ല അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോ ആണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇൻവേർഷൻ സെൻറ്റർ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇൻവേർഷൻ സെൻറ്റർ ഉണ്ടോ എന്ന് നോക്കി കഴിയുമ്പോഴും അതും ഇതിൽ പ്രസന്റ് അല്ല. സോ നമുക്ക് CN ഇല്ല, അതേപോലെ I ഇല്ല, ഇൻവേർഷൻ സെൻറ്റർ I ഇല്ല. പിന്നെ വരുന്നതാണ് സിഗ്മ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു പ്ലെയിന് പോസിബിൾ ആണോ എന്നുള്ളത്. സോ സിഗ്മ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിന് പോസിബിൾ ആണ്. അതായത് ഈ BRഉം ഈ കാർബൺ ഈ CN ഇതിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിന് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻസ് തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയിന് പോസിബിൾ ആണ്. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് CS ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു മൊളിക്യൂളാണ്. ഇതിൽ എന്തായാലും CN പ്രസന്റ് അല്ല. നമുക്ക് I നോക്കിക്കഴിഞ്ഞാൽ Iയും പ്രസന്റ് അല്ല. പിന്നെ സിഗ്മ പ്ലെയിന് ഏതെങ്കിലും ഒരു പ്ലെയിൻ ഉണ്ടോ നോക്കിയാൽ അതും ഇല്ല. നമുക്ക് 4 ആറ്റംസ് ഡിഫറെൻ്റ് ആണ് വരുന്നത്. ഒരു എലിമെന്റ്സ് ഓഫ് സിമെട്രി നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ടി പറയാൻ വേണ്ടി പറ്റും? ഈ ഒരു പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C1 പോയിന്റ് ഗ്രൂപ്പ് ആണ്. സോ C1 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്തത് നമ്മുടെ എത്തിലീൻ മൊളിക്യൂൾ ആണ്. എത്തിലീൻ മൊളിക്യൂളിൽ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ആക്സിസ് നമുക്ക് ഒന്നിലധികം C2 ആക്സിസ് ഇതിൽ ആക്ച്വലി പോസിബിൾ ആണ്. സോ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു C2 ആക്സിസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ എന്തുണ്ട്? പിന്നെ ഇങ്ങനെ ഒരു C2 ആക്സിസ് ഇതിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു C2 ആക്സിസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു C2 ആക്സിസ് നമ്മുടെ ഇൻപ്ലെയിൻ ആയിട്ടുള്ള ഒരു C2 ആക്സിസ് നമുക്കിവിടെ പോസിബിൾ ആണ്. സോ നമ്മൾ C2 ആക്സിസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നിലധികം ആക്സസുകൾ പോസിബിൾ ആണെങ്കിൽ, സെയിം ഓർഡറിൽ വരുന്ന ഒന്നിലധികം ആക്സസ് പോസിബിൾ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ആറ്റംസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ആക്സിസ് ആയിരിക്കും? ഈ ഒരു ആക്സിസ് ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് വരുന്നത്. സോ CN പ്രസന്റ് ആണ്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് C2 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, അതും പ്രസന്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ പെർപെൻഡിക്കുലർ C2 നോക്കുന്ന സമയത്ത് നമ്മൾ N പെർപെൻഡിക്കുലർ C2 എന്തായാലും അവിടെ പ്രസന്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് C2 ആക്സിസ് ആണുള്ളതെങ്കിൽ 2 പെർപെൻഡിക്കുലർ C2 ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഈ N വാല്യൂ എന്താണോ അത്രയും C2 ആക്സിസ് അവിടെ പ്രസന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ എക്സാമിനൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ C2 ആക്സിസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ C2 എങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം N പെർപെൻഡിക്കുലർ C2 അവിടെ ഉണ്ടെന്നാണ്. അപ്പം നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ C2 എങ്കിലും നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് C2 ആക്സിസ് പ്രസന്റ് ആണ്, അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പം നമ്മുടെ ഈ ഒരു C2 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെ ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സപ്പോസ് ഇതാണ് നമ്മൾ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ രണ്ട് ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റംസും അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. സോ നമുക്ക് സിഗ്മ H പ്രസന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും? D2H ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് CN ആക്സിസ് എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് ആക്സിസിൽ കൂടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ വരുന്നില്ല. അപ്പം CN പ്രസന്റ് അല്ല, പ്രിൻസിപ്പൽ ആക്സിസ് പ്രസന്റ് അല്ല. പ്രിൻസിപ്പൽ ആക്സിസ് പ്രസന്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്? അടുത്തത് ഇൻവേർഷൻ സെൻറ്റർ പ്രസന്റ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇൻവേർഷൻ സെൻറ്റർ ആണെങ്കിലും നമുക്ക് ഇവിടെ നമ്മൾ ഇൻവേർഷൻ സെൻറ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആറ്റംസും തമ്മിൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻവേർഷൻ സെൻറ്റർ പ്രസന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ Iയും പ്രസന്റ് അല്ല. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സിഗ്മയാണ്. സിഗ്മ പ്രസന്റ് ആണ്, കാരണം നമ്മൾ ഈ എല്ലാ ആറ്റംസിൽ കൂടിയും എല്ലാ ബോൺസിലും കൂടിയും പോകുന്ന ഈ ഒരു പ്ലെയിൻ, അതായത് മൊളിക്യൂളിന്റെ മൊളിക്കുലാർ പ്ലെയിൻ ആണ് ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. സോ സിഗ്മ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? CS ആയിരിക്കും വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന്റെ അകത്ത് നമ്മുടെ BCl3 BF3 നമുക്ക് ഏത് മോളിക്യൂൾ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ബിയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിൽ നമ്മൾ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനൊരു ഈ ബോൺസ് ഇങ്ങനെ റൊട്ടേറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ C3 ആക്സിസ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണോ എന്നുള്ളതാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണ്. നമുക്ക് 3 C2 പ്രസന്റ് ആണ്. ഇങ്ങനൊരു ആക്സിസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ ഈ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഒരു ആക്സിസും കൺസിഡർ ചെയ്യാം. നമ്മുടെ സ്ക്രീനിന്റെ അകത്തൂടെ പോകുന്ന ഒരു ആക്സിസ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് C3 എന്ന് പറയുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പ്ലെയിൻസ് വരുന്നത്. സോ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണ്. അടുത്തത് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ സിഗ്മ എച്ച് പ്രസന്റ് ആണോ എന്നുള്ളതാണ്. നമ്മുടെ മോളിക്യൂളിന്റെ പ്ലെയിനിനെ നമുക്ക് മൊളിക്കുലാർ പ്ലെയിൻ അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സിഗ്മ എച്ച് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ എല്ലാ ആറ്റംസും എല്ലാ ബോൺസും അടങ്ങിയിരിക്കുന്ന മൊളിക്കുലാർ പ്ലെയിൻ. സോ സിഗ്മ എച്ചും പ്രസന്റ് ആണ്. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും? പെർപെൻഡിക്കുലർ C2 പ്രസന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡിയിലേക്കാണ് വരുന്നത്. D3H ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. അടുത്തത് ഒരു സ്ക്വയർ പ്ലാനാർ മൊളിക്യൂൾ ആണ്. സോ ഇതിൽ നമുക്ക് വരുന്ന ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡിന്റെ അകത്തുകൂടെ പോകുന്ന പ്ലാറ്റിനത്തിന്റെ അകത്തുകൂടെ പോകുന്ന ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് നമ്മുടെ C4 ആക്സിസ് ആണ്. അപ്പോൾ C4 ആക്സിസ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് പ്രസന്റ് ആയി. ഇനി പെർപെൻഡിക്കുലർ C2 ആണ് നോക്കേണ്ടത്. നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ C2 ആക്സിസ് പ്രസന്റ് ആണ്. ഫോർ പെർപെൻഡിക്കുലർ C2 ആക്സിസ് പ്രസന്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് C2 ആണ്. പിന്നെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. ഇതൊക്കെ തന്നെയും എന്തായിരിക്കും? C2 ആക്സിസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? C2 പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഡിയിലായിരിക്കും വരുന്നത്. ഇനി നമ്മുടെ C4ന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. C4ന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ മോളിക്യൂളിന്റെ പ്ലെയിൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ എല്ലാ ആറ്റംസും അടങ്ങിയിരിക്കുന്ന ഈ ഒരു പ്ലെയിൻ നമ്മൾ ഈ സ്ക്രീനിൽ ഉള്ളിൽ കൂടെ പോകുന്ന C4 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. സോ സിഗ്മ എച്ചും പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് വരും? D4H ആയിരിക്കും ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് രണ്ട് ആറ്റംസ് സെയിമും രണ്ട് ആറ്റംസ് ഡിഫറെന്റും. ഇത് നമ്മുടെ സിസ് കോൺഫിഗറേഷനിൽ വരുന്ന മൊളിക്യൂൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും C4 ആക്സിസ് എന്തായാലും പ്രസന്റ് അല്ല. നമ്മളിപ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് C2 ആക്സിസ് പ്രസന്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ C2 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു C2 ആക്സിസ് ഇവിടെ പ്രസന്റ് ആണ്. സോ ഈ ഒരു C2 ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ 180 ഡിഗ്രിയിലായിരിക്കും റൊട്ടേഷൻ വരും. അപ്പം ഈ ഒരു ആറ്റംസ് തമ്മിൽ റിപ്പൊസിഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ C2 നമുക്ക് ഇവിടെ പ്രസന്റ് ആണ്. ഓക്കെ, C2 പ്രസന്റ് ആണ്. സോ അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു C2 നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ. അപ്പോൾ പെർപെൻഡിക്കുലർ C2 പ്രസന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സിയിലായിരിക്കും പോകുന്നത്. സി വെച്ചിട്ടായിരിക്കും നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സിഗ്മ എച്ച് ആണ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആ ഒരു പ്ലെയിനും പോസിബിൾ അല്ല ആക്ച്വലി. അപ്പോൾ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ പോസിബിൾ അല്ല. പിന്നെയോ ഇനി സിഗ്മ വി ആണ് നോക്കേണ്ടത്. സിഗ്മ വി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് അടങ്ങിയിരിക്കുന്ന പ്ലെയിൻ ആണ്. സോ നമ്മുടെ ഈ മോളിക്യൂളിന്റെ മൊളിക്കുലാർ പ്ലെയിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ C2 ആക്സിസ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു പ്ലെയിൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സിഗ്മ വി പ്രസന്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ആക്സിസിൽ കൂടെ പോകുന്ന പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് സിഗ്മ വി തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സിഗ്മ വി പ്രസന്റ് ആണ് ആക്ച്വലി. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും? C2V ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ ഈ ഒരു മോളിക്യൂൾ ആണ്. ഇത് നമ്മുടെ ട്രാൻസ് ആയിട്ടുള്ള കോൺഫിഗറേഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് C2 പ്രസന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഏത് C2 ആയിരിക്കും നമുക്ക് പ്രസന്റ് ആയിട്ട് വരുന്നത്? ഇങ്ങനെ ഒരു C2 ആക്സിസ് പ്രസന്റ് ആണ്. ഇങ്ങനെ നമ്മളൊരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു C2 ആക്സിസ് ആണ്. സ്ക്വയർ പ്ലാനാർ മോളിക്യൂൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആറ്റംസ് തമ്മിൽ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്തോളും. അതേപോലെ നമ്മൾ ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതും C2 ആക്സിസ് തന്നെയാണ്. ഇനിയാണെങ്കിലോ, ഇനി നമ്മൾ ഇങ്ങനെ ഒരു ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ സ്ക്രീനിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു C2 ആക്സിസ്. ഈ ഒരു C2 ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ 180ൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് CLസും തമ്മിൽ ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യും. അതേപോലെ രണ്ട് BRകൾ തമ്മിലും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടല് 3 C2 ആക്സിസ് പ്രസന്റ് ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ നമ്മുടെ സ്ക്രീനിൻ്റെ അകത്തുകൂടെ പോകുന്ന ഈ ഒരു ആക്സിസിനെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ C2 പ്രസന്റ് ആണ്. C2 ഈസ് പ്രസന്റ്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് C2 ആക്സിസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ C2 പോസിബിൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ആക്ച്വലി പ്ലെയിന് പോസിബിൾ ആണ് അല്ലെ. നമുക്ക് ഈ ഒരു പ്ലെയിൻ, ഈ മോളിക്യൂളിൻ്റെ ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, സിഗ്മ എച്ച് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും, നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി പെർപെൻഡിക്കുലർ സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡിയിലായിരിക്കും വരുന്നത്. D2H ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. അടുത്തത് ബെൻസീൻ ആണ്. ബെൻസീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹയസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം കോൺഫിഗറേഷൻ തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ C6 ആക്സിസ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് 6 എണ്ണം പ്രസന്റ് ആണ്. സപ്പോസ് നമ്മൾ ഈ ഒരു ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഒരു ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻസിൽ കൂടെ പോകുന്ന ഈ ഒരു ആക്സിസ്, അപ്പം പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണ്. അടുത്തത് സിഗ്മ എച്ച് ഒബ്വിയസ്ലി പ്രസന്റ് ആയിരിക്കും. നമ്മുടെ സ്ക്രീനിൻ്റെ അകത്തുകൂടെ പോകുന്ന ആ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ മോളിക്യൂളിൻ്റെ പ്ലെയിൻ വരുന്നത്. ഈ എല്ലാ ആറ്റംസും അടങ്ങിയിരിക്കുന്ന ഈ ഒരു പ്ലെയിന് വരുന്നത്. അപ്പം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിന് പ്രസന്റ് ആണ്. സോ സിഗ്മ എച്ചും പ്രസന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും, D6H ഇതായിരിക്കും പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. അടുത്തത് പിരിഡീൻ ആണ്. പിരിഡീൻ്റെ കേസിൽ നമുക്ക് ഇതേപോലെ C6 ആക്സിസ് പ്രസന്റ് അല്ല. കാരണം ഇവിടെ ഒരു ആറ്റം വരുന്നത് നൈട്രജൻ ആണ്. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമുക്ക് തിരിച്ച് ആ ഒരു കോൺഫിഗറേഷൻ കിട്ടില്ല. ഇനി നമുക്ക് C2 ആക്സിസ് പ്രസന്റ് ആണോ നോക്കാം. അപ്പോൾ ആകെയുള്ള ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസ് ആണ്. ഈ ഒരു ആക്സിസ് C2 ആക്സിസ് ആണ്. സോ C2 ആക്സിസ് പ്രസന്റ് ആണ്. സോ അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് മറ്റൊരു C2 പോസിബിൾ അല്ല. നമ്മൾ ഏത് ആക്സിസ് എടുത്തു കഴിഞ്ഞാലും, ഏത് ആക്സിസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഒന്നും തന്നെ നമുക്ക് കിട്ടില്ല. സോ പെർപെൻഡിക്കുലർ C2 ആബ്സെന്റ് ആണ്. ഇനി നോക്കേണ്ടത് സിഗ്മ എച്ച് ആണ്. ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പ്ലെയിൻ. സോ അങ്ങനെ ഒരു പ്ലെയിൻ ഇവിടെ പോസിബിൾ അല്ല. ബട്ട് നമുക്ക് എന്തുണ്ട്, ഈ ഒരു ആക്സിസ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിന് ആക്ച്വലി പോസിബിൾ ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ സിഗ്മ വി പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ സിഗ്മ വി പോസിബിൾ ആണ്. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും, C2V ആയിരിക്കും വരുന്നത്. മറ്റൊരു കാര്യം, എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം സ്ട്രക്ചർ തരണമെന്നില്ല. നിങ്ങളോട് പിരിഡീന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ഈ ഹൈഡ്രജൻസ് ഒന്നും വരച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം മുഴുവൻ ആറ്റംസും വരച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമ്മൾ നാഫ്തലീൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് C2 ആക്സിസ് പ്രസന്റ് ആണ്. സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു C2 ആക്സിസ് ഉണ്ട്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്തുണ്ട്, വേറെയും C2 ആക്സിസ് പ്രസന്റ് ആണ്. അപ്പോൾ C2 പ്രസന്റ് ആണ്, പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി D ആയിരിക്കും വരുന്നത്. ഇനി ഈ നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ഒരു പ്രിൻസിപ്പൽ ആക്സിസ്, ഈ ഒരു ആക്സിസ് ആണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തത്. നമ്മുടെ സ്ക്രീനിൻ്റെ അകത്തുകൂടെ പോകുന്ന ആക്സിസ്, ആ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ മോളിക്യൂളിൻ്റെ പ്ലെയിൻ വരുന്നത്, ഈ ഒരു പ്ലെയിൻ. അപ്പോൾ എല്ലാ ആറ്റംസിനും കടന്നു പോകുന്ന ഈ ഒരു പ്ലെയിൻ. സോ സിഗ്മ എച്ച് നമുക്ക് പ്രസന്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D2H ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു മോളിക്യൂളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും CN ആക്സിസ് പ്രസന്റ് അല്ല. ആക്ച്വലി നമുക്ക് ഏത് ആക്സിസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കേസിൽ നമ്മൾ നോക്കേണ്ടത് I പ്രസന്റ് ആണോ എന്നുള്ളതാണ്. അതും പ്രസന്റ് അല്ല. പിന്നെ വരുന്നത് സിഗ്മയാണ്. സിഗ്മ പ്രസന്റ് ആണ്. മോളിക്യൂളിൻ്റെ ഈ ഒരു പ്ലെയിൻ, മോളിക്കുലാർ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് CS പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മുടെ എത്തിലീൻ ആണ്. എത്തിലീൻ മോളിക്യൂളിൻ്റെ എക്ലിപ്സ്ഡ് ഫോം ആണ് ഇത്, എക്ലിപ്സ്ഡ് എത്തിലീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ആക്സിസ്, മോളിക്യൂളിൻ്റെ ഈ ഒരു ബോണ്ടിൻ്റെ അകത്തു കൂടെ, രണ്ട് കാർബൺ ബോണ്ടിൻ്റെ അകത്തു കൂടെ പോകുന്ന ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ C3 ആക്സിസ് ആണ്. നമ്മൾ ഈ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും
പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഹൈഡ്രജൻസും ചേഞ്ച് ചെയ്യും. സോ നമുക്കവിടെ C3 ആക്സിസ് ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് C2 പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഇങ്ങനൊരു C2 ആക്സിസ് പ്രസന്റ് ആണ്. സോ നമ്മൾ ഇങ്ങനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തിരിച്ച് ഈ സൈഡിലുള്ള എല്ലാ ആറ്റംസും ഇങ്ങോട്ട് വരും, ഈ സൈഡിലുള്ള എല്ലാ ആറ്റംസും ഇങ്ങോട്ടേക്ക് വരും. സോ C3 പ്രസന്റ് ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. ദെൻ പെർപെൻഡിക്കുലർ C2 അതും പ്രസന്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് സിഗ്മ എച്ച് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മ എച്ച് എന്ന് പറയുമ്പം ഈ ഒരു ആക്സിസിന്, നമ്മുടെ C3 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പ്ലെയിനിനെയാണ് നമ്മൾ സിഗ്മ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹൈഡ്രജൻസും തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്ലെയിന് നമുക്ക് പോസിബിൾ ആണ്. ഈ ഒരു C2 ആക്സിസ് പോകുന്ന അതേ പ്ലെയിൻ. അപ്പോൾ ഈ ഒരു ഹൈഡ്രജനും തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും. ദെൻ ബാക്ക് സൈഡിലുള്ള 2 ഹൈഡ്രജൻസ് തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ ഈ ഹൈഡ്രജനും തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും. സോ സിഗ്മ എച്ചും നമുക്ക് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും? D3H ആയിരിക്കും വരുന്നത്. സോറി, ഇവിടെ ഞാൻ എത്തിലീൻ എന്ന് പറഞ്ഞത് ഈത്തൈൻ ആണ്. എക്ലിപ്സ്ഡ് ഈത്തൈനും അതേപോലെ സ്റ്റാഗേർഡ് ഈത്തൈനും. സോ ഇത് നമ്മുടെ സ്റ്റാഗേർഡ് ഫോമാണ്. സ്റ്റാഗേർഡ് ഫോമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയും സെയിം C3 ആക്സിസ് പ്രസന്റ് ആണ്. ഈ ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ആക്സിസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഇങ്ങനെ ഇതേപോലെ ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ നമുക്ക് പോസിബിൾ ആണ്. ഇനി ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണ്. നമ്മൾ ഈ ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആക്സിസിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ, ഇവിടെയുള്ളൊരു ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് വരും. ദെൻ ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരും. സോ അതേപോലെ തന്നെ നമ്മുടെ ഈ 2 ഹൈഡ്രജൻസും ഈ ഒരു പൊസിഷനിലേക്ക് വരും. തിരിച്ച് ഇവിടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരും. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? പെർപെൻഡിക്കുലർ ആയിട്ട് C2 അവിടെ പ്രസന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് C3 ആക്സിസ് പ്രസന്റ് ആണ്, പെർപെൻഡിക്കുലർ ആയിട്ട് C2 പ്രസന്റ് ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സിഗ്മ എച്ച് ഉണ്ടോ എന്നുള്ളതാണ്. C3ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് പ്ലെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്ലെയിൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഈ ഒരു പ്ലെയിന്, അതേപോലെ നമുക്ക് ജസ്റ്റ് നമ്മുടെ നോർമൽ ഈ മൊളിക്യൂളിനെ 2ആയിട്ട് ബൈസെക്ട് ചെയ്യുന്ന പ്ലെയിന്. സപ്പോസ് നമ്മൾ ഈ ഒരു പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ അല്ല. അതേപോലെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. സോ സിഗ്മ എച്ച് ആബ്സെന്റ് ആണ്, സിഗ്മ ഡി പക്ഷേ പ്രസന്റ് ആണ്. സോ ഈ ഒരു പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും? നമുക്ക് ഡി ആണ് ഓട്ടോമാറ്റിക്കലി വരേണ്ടത്, കാരണം C2 ഉള്ളതുകൊണ്ട് D3D. ഓക്കെ, സോ എക്ലിപ്സ്ഡ് ഈത്തൈൻ്റെ കേസിൽ D3Hഉം സ്റ്റാഗേർഡ് ഈത്തൈൻ്റെ കേസിൽ D3Dയും ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഫെറസീൻ ആണ്. ഫെറസീൻ്റെ തന്നെ എക്ലിപ്സ്ഡ് ഫോമും സ്റ്റാഗേർഡ് ഫോമും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് എക്ലിപ്സ്ഡ് ഫെറസീൻ ആൻഡ് ദിസ് ഇസ് സ്റ്റാഗേർഡ് ഫെറസീൻ. സോ നമുക്ക് ആദ്യം എക്ലിപ്സ്ഡ് ഫെറസീൻ നോക്കാം. ഈ ഒരു മോളിക്യൂളിൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്ന ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് C5 ആക്സിസ് ആണ്. C5 ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടും. സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് C2 ആക്സിസ് പ്രസന്റ് ആണ്. ഓക്കെ, നമുക്ക് ഏത് ആക്സിസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു C2നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ പെർപെൻഡിക്കുലർ C2 പ്രസന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഇനി സിഗ്മ എച്ച് പ്രസന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ അകത്തുകൂടെ പോകുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഈ ഒരു പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ എല്ലാ ആറ്റംസ് തമ്മിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, എല്ലാ ആറ്റംസിനും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു പ്ലെയിനോ സിമെട്രി ആണ്. സോ ഇവിടെ നമുക്ക് സിഗ്മ എച്ച് പ്രസന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും? D5H ആയിരിക്കും എക്ലിപ്സ്ഡ് ഫെറസീൻ്റെ കേസിലുള്ള പോയിന്റ് ഗ്രൂപ്പ്. ഇനി സ്റ്റാഗേർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം C5 ആക്സിസ് നേരത്തെ പോലെ തന്നെ പ്രസന്റ് ആണ്. നമ്മൾ ഈ ഒരു മൊളിക്യൂളിൻ്റെ അകത്തുകൂടെ പോകുന്ന ഈ ഒരു ആക്സിസിനെ നമുക്ക് C5 ആക്സിസ് എന്ന് നമുക്ക് വിളിക്കാം. സോ C5 പ്രസന്റ് ആണ്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസ്, അതായത് നമ്മുടെ ഈ കാർബൺ ആറ്റത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് പ്രസന്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഡി ആയിരിക്കും വരുന്നത്. സിഗ്മ എച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മൾ
ആക്സിസിന് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലെയിൻ ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്ലെയിനിൽ നമുക്ക് റിഫ്ലക്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സിഗ്മ എച്ച് പ്രസന്റ് അല്ല. സോ നമ്മൾ എന്ത് നോക്കേണ്ടത്, സിഗ്മ ഡി ഉണ്ടോ എന്നാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. ഇതിൽ കൂടെ നമ്മൾ ഈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ C2 കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ മോളിക്യൂളിനെ രണ്ടായിട്ട് ബൈസെക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ആറ്റത്തിന് ഈ ഒരു ആറ്റം റിഫ്ലക്ട് ചെയ്യും, ഇവിടുത്തെ ആറ്റത്തിന് ഇവിടുത്തെ ആറ്റം റിഫ്ലക്ട് ചെയ്യും. ദെൻ എഫിയിൽ കൂടെ കടന്നുപോയി പിന്നെ വീണ്ടും ഈ രണ്ട് ആറ്റംസ് തമ്മിൽ റിഫ്ലക്ട് ചെയ്യും, ഇവിടെ രണ്ട് തമ്മിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ ഇവിടെയുള്ള ഈ രണ്ട് കാർബൺ ആറ്റംസിനും ആ ഒരു പ്ലെയിന് ബൈസെക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ സിഗ്മ ഡി പ്രസന്റ് ആണ്. സോ D3D ആണ് നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഈത്തൈൻ്റെ കേസിൽ D3H ആണ്. ആൻഡ് സ്റ്റാഗേർഡ് ഫോം ആവുന്ന സമയത്ത് നമുക്ക് D3D, നമുക്ക് ഇവിടെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, D3D ആണ്. ഇവിടെയാണെങ്കിലും D3D. അപ്പോൾ സ്റ്റാഗേർഡ് ലാസ്റ്റ് നമുക്ക് D ആണല്ലോ വരുന്നത്, അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബൈഫീനൈൽ മൊളിക്യൂൾ ആണ് ഈ ഒരു മൊളിക്യൂൾ. സോ ഇതിൽ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നമുക്ക് ഈ ഒരു C2 ആക്സിസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു C2 ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ആണല്ലോ. ഇനി അടുത്തത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് C2 പ്രസന്റ് ആണ്. സോ C2 ആക്സിസ് പ്രസന്റ് ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 പ്രസന്റ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സിഗ്മ എച്ച്. അപ്പോൾ സിഗ്മ എച്ചും ഇവിടെ പ്രസന്റ് ആണ്. സോ നമ്മൾ ഈ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു C2 ആക്സിസിൽ കൂടെ പോകുന്ന പ്ലെയിൻ, ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽ C2 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. സോ നമുക്ക് സിഗ്മ എച്ചും പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് CD2H ഇതായിരിക്കും ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. അടുത്തത് നമ്മൾ സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ ആണ്. സോ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു മൊളിക്യൂളിന്റെ അകത്തു കൂടെ കടന്നു പോകുന്ന C5 ആക്സിസ് ഇവിടെ പ്രസന്റ് ആണ്. സോ C5 നമ്മുടെ സ്ക്രീനിന്റെ അകത്തു കൂടെ പോകുന്ന ആക്സിസ് C5 ആക്സിസ് ആണ്. സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ആക്സിസ് അതും പ്രസന്റ് ആണ്. ഈ ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ C2 ആക്സിസ് ആണ്. സോ പെർപെൻഡിക്കുലർ C2 പ്രസന്റ് ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി D ആയിരിക്കും നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സിഗ്മ എച്ച് പ്ലെയിൻ ആണ്. സോ ഈ എല്ലാ ആറ്റംസും അടങ്ങിയിരിക്കുന്ന ഈ ഒരു മോളിക്കുലാർ പ്ലെയിൻ, ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ സിഗ്മ എച്ച് ആയിരിക്കും. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും സിഗ്മ എച്ചും പ്രസന്റ് ആണ്. സോ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് വരും, D5H ആയിരിക്കും വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് ഫോളോ ചെയ്യാം, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒരു 1-2 പ്രാവശ്യം എഴുതി നോക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആവുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.